അപ്പോൾ മക്കളെ, ഞാൻ ഇന്നലത് പാലക്കാട് പബ്ലിക് ലൈബ്രറിയിലാട്ടോ. ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് എന്നറിഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ വൈദ്യസഭയുടെ ഒരു ക്യാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. വിവിധങ്ങളായ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പബ്ലിക് ലൈബ്രറിയിൽ വെച്ചിട്ടാണ് പരിപാടി, ഫ്രീ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൽ കുറേ ആളുകളുണ്ട്, ഒന്ന് രണ്ടല്ല, ഇവിടെ ആളുകൾ അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്. കുറേ ആളുകൾ പോയി, ഞാൻ എത്താൻ കുറച്ച് വൈകി. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് അക്യുപഞ്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരുടെ എഫക്റ്റീവായിട്ടുള്ള ചികിത്സാ രീതികളും അവർ കൺസൾട്ട് ചെയ്യുന്ന രോഗികളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടോ. അഥവാ എണീക്കാൻ വയ്യാത്ത ഒക്കെ ആളുകൾക്ക് എണീറ്റ് നടപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയൊക്കെ ഉണ്ട്. ഇതാണ് സംഭവം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അക്യുപഞ്ചറിൻ്റെ ഒരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, തീരെ നടക്കാൻ വയ്യാത്തൊരു അപ്പൂപ്പനായിരുന്നു. അപ്പോൾ അതിൻ്റെ ചികിത്സാ രീതിയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. നേരെ കിടന്നോ, ധൈര്യമായിട്ട് കിടന്നോ കേട്ടോ. ഒന്നും കൂടി ചെരിഞ്ഞു നേരെ കാല് നീട്ടിക്ക, കാലിൻ്റെ മുകളിൽ കാല് വെച്ചത് ഒന്ന് പിടിക്കും. കാല് വെച്ചു, ഈ കാലിൻ്റെ മുകളിൽ കാല് വെച്ചു, ആ മുകളിലേക്ക് നേരെ 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 അങ്ങനെ അയ്യാ അതന്നെ. അത് കുഴഞ്ഞു പോയല്ലോ കേട്ടോ, കുഴഞ്ഞു പോയി. ഇതൊന്ന് അങ്ങോട്ട് തിരിഞ്ഞു കിടന്നേ. അങ്ങോട്ട് ചെരിഞ്ഞു കിടന്നേ. എന്തൊരു കഷ്ടം, ഇങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെയാ ശരി? ആ കാല് നേരെ വെച്ച്, കാല് നേരെ എഴുന്നേറ്റിരുന്നേ. ആ അവിടെ 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 ഇതൊക്കെയുണ്ടോ? ഗണപതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജിങ്കു ഹെൽത്തിന് പറഞ്ഞു വെച്ചാൽ ജിങ്കു കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ നടക്കണം കേട്ടോ. ആ നീഡിൽ അക്യുപഞ്ചർ നീഡിൽ അല്ലേ? ഓക്കെ ഓക്കെ. നീഡിൽ സൂചി പോലത്തെ ഒരു സാധനം തലയിൽ അടിച്ചു കൊടുക്കുക അല്ലേ? ഇത് നമ്മുടെ ബ്രെയിനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്രെയിൻ ആക്റ്റീവ് ചെയ്യുന്നത്. എങ്ങനെ? ബ്രെയിൻ ആക്റ്റീവ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇത് ബ്രെയിനുമായി ബന്ധപ്പെട്ടിട്ടില്ല. ബ്രെയിനുമായിട്ട് ഇത് നമ്മൾ പിന്നെ ഓൺലൈൻ തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാവുമ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ പറയപ്പെട്ട നമ്മുടെ ആളുടെ ഒരു പേഷ്യൻറ്റിൻ്റെ മകളാണ്. പേഷ്യൻ്റ് തൊട്ടടുത്ത് തന്നെ കേട്ടോ. നിങ്ങളിപ്പോൾ എത്ര കാലങ്ങളായിട്ട് നമ്മുടെ ആളെ ചികിത്സ തരുന്നുണ്ട്? 3 മാസമായിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്തായിരുന്നു സത്യത്തിൽ അസുഖം? എന്തായിരുന്നു? ആസ്മ പ്ലസ് അലർജി ഉണ്ട്. ഹെവി അലർജിയാണ്. ഹെവിയാണ് അല്ലേ? ഓക്കെ. നല്ല രീതിയിലുള്ള ആസ്മയുണ്ട്. ഓക്കെ. ഇംഗ്ലീഷ് മരുന്നൊന്നും തീരെ എഫക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവിടെ പുള്ളിനെ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയായി? 3 മാസമായി പുള്ളിനെ. 3 മാസമായി. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഭേദമുണ്ട്. വരുമ്പോ ഒരു 35 കിലോളം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു 44 കിലോ വെയിറ്റ് കൂടി. ഓക്കെ ശരി. പിന്നെ നമ്മൾ ഈ ഡോക്ടർ എങ്ങനെയാണ് കണക്ഷൻ? ഇവിടെ നേരിട്ട് ഇവിടെ വന്നതാണ്, പുള്ളിയുടെ നാട്ടിൽ വന്നതാണോ അതോ? അല്ലല്ല, ഞങ്ങളുടെ ഒരു റിലേറ്റീവ് മുഖേതരം അറിഞ്ഞതാണ്. അവരുടെ ട്രീറ്റ്മെന്റ് കൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തതായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ പിന്നെ സാറിൻ്റെ അടുത്ത് വരുന്നതും കൺസൾട്ട് ചെയ്യുന്നതും. നിങ്ങൾ വീട് പാലക്കാടനെ ഇവിടെ സാറിൻ്റെ അടുത്ത് എത്രയായി ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട്? 1 വർഷമായി. അസുഖം എന്തായിരുന്നു? ക്ഷീണമായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് 1 വർഷമായിട്ട് സാറിൻ്റെ മെഡിസിനാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നല്ല ഒരു ദിവസം തന്നെ വന്നു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവാണ് അല്ലേ? ഉറക്കമില്ലായ്മയായിരുന്നു. ഓക്കെ ആയി. ഓക്കെ. നിങ്ങൾ എന്താ ചെയ്യണേ? ടീച്ചറാണ്. കറന്റ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ. പാലക്കാടിന് അല്ലേ? രാജേഷ് അല്ലേ? ഇവിടെ ചികിത്സ ആയിട്ട് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയോ? ഫസ്റ്റ് വന്ന് നമ്മൾ കണ്ടത് തന്നെ ഉള്ളൂ. എങ്ങനെയുണ്ട് ചികിത്സാ രീതി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവരെങ്ങനെയാണ് മർമ്മ ചികിത്സയാണ് ചെയ്യണേ? നാടി പിടിച്ചിട്ട് രോഗം പറയണത്? മെഡിസിൻ ഒന്നുമില്ല. ഉള്ളോട് മെഡിസിൻ ഒന്നുമില്ല. ഫ്രീ ചികിത്സയാണ്. ചികിത്സ ഫ്രീ ആണ് അല്ലേ?
ഓക്കെ. ഇപ്പം എങ്ങനെ തോന്നുന്നു ചികിത്സ കഴിഞ്ഞ ശേഷം? എന്തായിരുന്നു അസുഖം? എന്തായിരുന്നു? എനിക്ക് ഇടുപ്പ് തളർച്ചയാണ്. നടുവേദനയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ പൈസ ഒന്നുമില്ല ചികിത്സക്ക് പൈസ ഫ്രീ ചികിത്സയാണ്? ഫ്രീ ചികിത്സ. ഓക്കെ ഓക്കെ. അപ്പോൾ ഉഷാറാണ് ആണല്ലേ? ഓക്കെ ഓക്കെ ശരി. ഞങ്ങളെവിടെ ചെന്നാലും ഞങ്ങൾ രണ്ടാളും ഒരിടത്തുണ്ടാവും. നല്ല വേദനയാണ്. കഴുത്തു കാല് കേട്ടു കാല് ആ അടുത്ത് എന്നിട്ട് കൈപൊന്തി കയ്യിൽ നിന്ന് കൂടെ പിടുത്തം പെടുന്നുണ്ടാവും. റിലാക്സ് ആണ്. എത്ര നാളായി തുടങ്ങിയത്? 14 കൊല്ലം. ഒരു മരുന്നും കഴിച്ചിരുന്നില്ല? എന്നിട്ട് അപ്പം മാറും. പിന്നെ നമ്മളത് ഞരമ്പ് പിടിത്തോളൂ. വേറെ മരുന്നില്ലാത്ത ചികിത്സ. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം ചികിത്സയും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കണ്ട പിന്നെ മുഹമ്മദ് കേട്ടോ. മുഹമ്മദ് എങ്ങനെയാണ് ഇവിടുത്തെ ചികിത്സാ രീതികളും എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങളെന്നൊക്കെ നിങ്ങളൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേദനകൾക്ക് ഉടനടി ഒരു പരിഹാരം കാണും. നിങ്ങളിപ്പോൾ ചികിത്സാ രീതി ഇത് അക്യുപഞ്ചറിൻ്റെയാണോ അതോ കളരിമർമ്മ ചികിത്സ എങ്ങനെയാണ് ചെയ്യുന്നത്? അക്യുപഞ്ചറാണ് നമ്മൾ കൂടുതലായിട്ടുള്ളത് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ മറ്റേ കൊണ്ട് ചേർക്കുന്നതെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഈ പിന്നെ അക്യുപഞ്ചറിലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അക്യുപഞ്ചറിനാണ്. ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ട് പറഞ്ഞാൽ ഒരു 10-12 വർഷമായി. 12 വർഷമായി. ഈ വേദനകൾ ഇതൊക്കെ മാറ്റുന്നതും അക്യുപഞ്ചറാണോ അതോ അതിന് കളറി മർമ്മ ചികിത്സ ഉണ്ടാവും അല്ലേ? അല്ല, നമ്മൾ അതിൻ്റെ ഓരോ മർമ്മസ്ഥാനങ്ങളിൽ ഓരോ പോയിന്റ് നമ്മൾ പ്രഷർ കൊടുക്കേണ്ടത് പ്രഷർ കൊടുക്കും, നീഡിൽ തെറാപ്പി ചെയ്യേണ്ടടുത്ത് നീഡിൽ തെറാപ്പി ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വേദന റിമൂവ് ആവുക. അതാണ്, അങ്ങനെയാണ് വേദന റിമൂവ് ആവുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നാടുകളിൽ മുഴുവൻ ചികിത്സകർ കൂടി വരികയാണ്. അത് പിന്നെ പല മേഖല, ഇപ്പോൾ എന്താ പറയുക, കളരി മർമ്മ ചികിത്സയാവാം, അല്ലെങ്കിൽ ഇതേപോലെ അക്യുപഞ്ചർ കാര്യങ്ങളൊക്കെ ആവാം. ഇപ്പോൾ നമ്മൾ ഓരോ ആളുകളുടെ ഇപ്പോൾ നമ്മൾ പിന്നെ ജനങ്ങൾക്കൊരു സേവനം അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ഉപകാരം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെപ്പോലത്തെ ആളുകൾ വീഡിയോ ഇടുന്നത്. അതിൻ്റെ അടിയിൽ വന്നിട്ട് പിന്നെ പണം ഇടപാട് നടത്തി തട്ടിപ്പാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ എന്തെങ്കിലും? ഇവിടെ ഞാൻ വേറൊരു സംഭവം അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ് ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം നാടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ വന്നത്. നിങ്ങൾക്ക് എന്താ ഇതിൽ ലാഭം ഈ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താൽ? ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അവരുടെ വേദന അതൊരു ആശ്വാസം കിട്ടുന്ന ഒരു സേവനം. ഇവിടെ ഡോക്ടർ ഫീസോ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. ഒരു രൂപയില്ല. പാവപ്പെട്ടവർക്കും പണക്കാർക്കും ആർക്കും വന്ന് ചികിത്സിക്കാം. ഫ്രീ ആയിട്ട്, പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. മെഡിസിൻ എന്തെങ്കിലും ഉണ്ടോ? മെഡിസിൻ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. തൈലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്നും കൊടുക്കുന്നില്ല. ഇല്ല. മാക്സിമം നിങ്ങൾ പിന്നെ മെഡിസിൻലെസ് പരിപാടിയാണ്. മെഡിസിൻ ഇല്ലാതെ രോഗം പിന്നെ മാറ്റി കൊടുക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. അതെ. ഇപ്പോൾ പാലക്കാട് നമ്മളൊരു ക്യാമ്പ് കണ്ടല്ലോ, അതെങ്ങനെ എല്ലാ മാസങ്ങളിലും എങ്ങനെ നടക്കുന്നത്? അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മാസങ്ങളിൽ സൗകര്യപ്രദമാണെന്നുണ്ട് കഴിഞ്ഞാൽ അത് എല്ലാവരും സൗകര്യം നോക്കിയിട്ടാണ് ക്യാമ്പ് നടത്താറുള്ളത്. അത് നിങ്ങൾ വരുന്ന പേഷ്യൻസിന് അഥവാ അങ്ങനെ ദൂരത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് എത്തിപ്പെടാനുള്ള സൗകര്യത്തിനനുസരിച്ചാണ് ക്യാമ്പ്. അത് ഈ പറഞ്ഞ ലൈബ്രറിയിൽ തന്നെ വെക്കില്ല അതോ? ലൈബ്രറിയിൽ വയ്ക്കും, പല ഭാഗങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ വയ്ക്കും. സ്ഥലം ഇതിനനുസരിച്ച് സൗകര്യം ചെയ്യൂലേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു പിന്നെ നമ്മൾ ഈ കാലിൻ്റെ ഒരു ചികിത്സ ഇത് കണ്ടല്ലോ, നമ്മൾ നേരത്തെ ഒരു സംഭവം കണ്ടില്ലേ, ഒരു വെള്ളത്തിൽ മുക്കിയിട്ട്, അത് എന്തിനുള്ള ചികിത്സയാണ്? ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടോക്സിൻ. ഈ ടോക്സിനാണ് നമ്മുടെ ശരീരത്തിൽ ഈ രോഗങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ. അത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല വിധത്തിലുള്ളതായിരിക്കുന്ന നീർക്കെട്ടുകളുണ്ട്, വെരിക്കോസ് വെയിന്, അതുപോലുള്ള സംഭവങ്ങൾ. ഇതിലേക്ക് ഈ കാലുമായി നീർക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനം ഇത് ഈ ടോക്സിൻ മുഖേന നമുക്കതിനെ റിമൂവ് ചെയ്യാൻ കഴിയും. സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. പിന്നെ ആ മിശ്രിതം നമ്മൾ കാല് മുക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിന്നെ എന്താ പറയുക രോമകൂപങ്ങളിൽ നിന്ന് സംഭവം വലിച്ചെടുക്കുക. നമ്മുടെ വിയർപ്പ് എങ്ങനെയാണോ വരുന്നത്, വിയർപ്പ് വരുന്നത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ രോമകൂപങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ, അതായത് അതിനകത്ത് വന്ന് പച്ചവെള്ളം സോൾട്ടും. അപ്പോൾ പച്ചവെള്ളം ഞാൻ കാല് മുക്കിയപ്പോൾ നേരത്തെ ഒരാളെ കണ്ടത് പച്ചവെള്ളം പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കളർ മാറി. അപ്പോൾ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് സോൾട്ടാണ്. ഓക്കെ. അതിൽ സോൾട്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ? സോൾട്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ. അത് അതിൻ്റെ കൃത്യമായ കണക്കിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. സോൾട്ട് കുറഞ്ഞാലും വർക്ക് ചെയ്യില്ല,
കൂടിയാലും മറക്കില്ല. ഇനി ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നിങ്ങളുടെ ചികിത്സാ കേന്ദ്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് അതൊന്ന് പറഞ്ഞു കൊടുത്താൽ. ഇത് പിന്നെ പൊമ്പ്ര പേഴുമട്ടം എന്ന് പറയും. മണ്ണാർക്കാട് താലൂക്കിൽ പൊമ്പ്ര. മണ്ണാർക്കാട് ഒറ്റപ്പാലം താലൂക്ക്. സോറി, ഒറ്റപ്പാലം താലൂക്കാണ്. ഒറ്റപ്പാലം താലൂക്ക്. ഓക്കെ, ഒറ്റപ്പാലം താലൂക്കിൽ കരിമ്പുഴ പഞ്ചായത്ത് അല്ലേ? കരിമ്പുഴ പഞ്ചായത്ത്, പേഴുമ്പട്ട എന്ന് പറയുന്ന സ്ഥലം. പേഴുമട്ടം, ഈ കൂട്ടിലക്കടവ് പൊമ്പ്ര ഏരിയയിലൊക്കെ. അതെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നമ്പർ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സൗജന്യമായത് ആണ് എന്നുകൊണ്ടാണ് നമ്മളിത് പ്രൊമോട്ട് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ പിന്നെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോൾ അസ്സലാമു അലൈക്കും. ഒരു ബൈ പറഞ്ഞല്ലോ നമ്മൾ കാഴ്ചക്കാരോട്. ബൈ.